എന്താടാ ഹൈദരാബാദ് പോയിട്ട് 4 മാസമായില്ല, ജോലിയൊന്നും ആയില്ലേ? അല്ലച്ചാ, അത് പിന്നെ നീ എന്താണ് പറഞ്ഞു വരുന്നത്? ആ ഗംഗാധരന്റെ മോന് 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് അയാൾ പറയുന്നത്. നീ പോയിട്ട് 4 മാസമായി, ജോലിയും കിട്ടിയിട്ടില്ല. എന്താ കാരണം? എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് അച്ഛാ. പക്ഷേ ലക്ഷങ്ങൾ കിട്ടുന്ന ജോലി കിട്ടാൻ സമയം എടുക്കും അച്ഛാ, അതാണ്. നീ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണ്ട, പക്ഷെ അവനേക്കാളും കൂടുതൽ ശമ്പളം നീ വാങ്ങിയേ പറ്റും. അവന്റെ അച്ഛന്റെ മുന്നിൽ എനിക്കും തലയുയർത്തി നിൽക്കണം. നീ ആരെ പോയി കാണുന്നു, കാല് പിടിക്കുന്നു എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ നീ 1 ലക്ഷം രൂപയ്ക്ക് മേൽ സാലറി വാങ്ങിയേ പറ്റൂ. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ശരി, എന്തൊരു ജീവിതമാടാ ഇത്. ബിടെക് കംപ്ലീറ്റ് ആയ ഉടനെ മുന്നോട്ട് ഇനി പഠിത്തൊന്നും വേണ്ട, എല്ലാം നിർത്തിയിട്ട് നാട്ടിൽ പോയി 1-ാം തരം ഒരു ചെമ്മീൻ കൃഷി തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ദേ കണ്ടില്ലേ അച്ഛൻ, ജോലിക്ക് പോടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. ബിടെക് വരെ പഠിച്ചല്ലേ, അപ്പൊ ജോലിക്ക് പോയിക്കൂടെ? നീ പറയുന്ന പോലെയൊന്നും അല്ല. എല്ലാ വിഷയത്തിലും 90-ന് മേലെ മാർക്ക് വാങ്ങിച്ചാലും ഇംഗ്ലീഷിന് മാത്രം 40-ന് മേലെ കിട്ടണ്ടേ. ഏത് കമ്പനിയിൽ പോയാലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുക. നാശം പിടിച്ച ഇടപാടാത്. ഓ, അതാണല്ലേ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കമ്പനി ഉണ്ട്. നീ ഒരു 4 ലക്ഷം രൂപ കൊടുത്താ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടും. കാശ് മേടിക്കുന്നോണ്ട് കറക്റ്റായിട്ട് ശമ്പളം തരുമോ? വല്ല കിണറ്റിലും പോയി ചാടും. ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കൊടുത്തേക്കാം. എന്നീ മഞ്ഞക്കൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? എനിക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, ഡയറക്റ്റ് കേസ് കേട്ടല്ലേ. മിസ്റ്റർ ശിവ, ചില നാള് ലക്ക് തരികേ, ലക്ക് നാള് നിറച്ചു വരുമോ, ലക്കിത് മൈന പാടി വന്നേ, ലക്കിത് ഘട്ടമെന്നും. ഇവിടെ വെയിറ്റ് ചെയ്യൂ, മാഡം വരും. എന്താ മാഡം? സാറല്ലേ? സാർ ജോലി കളഞ്ഞു പോയി, ഇപ്പൊ ആ സ്ഥാനത്ത് മാഡമാണ്. അയ്യോ, അപ്പോ എന്റെ 4 ചില ലക്ഷം. നേരമെന്നും അരികെ വന്നണഞ്ഞ ശാസ്താവായി, ഈ മാഡം ഏതെന്നു അറിയാൻ വഴിതെടിയുള്ള മിന്നാകെ പറന്നേ. We'll do this by this week. Okay. We'll mail the information. Thank you. Yeah. ഇവിടാകെ ലക്ക് മിന്നിയേ, അഴല് പോയ വഴി തിരയുന്നേ, ചുറ്റിയേത് ലക്കിത് വന്നെത്തി, മനസ്സെന്തോ പേടിയാകെ. Give me your profile. What? Tell me about yourself. അത് പിന്നെ മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? I said, tell me about yourself. അത് എല്ലാ റൗണ്ടും ഞാൻ ക്ലിയർ ചെയ്തിട്ടാ വരുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരാന്ന് പറഞ്ഞായിരുന്നു, അതാ വന്നേ. എത്ര കൊടുത്തു? അത് 4. ഇതിന് മുൻപ് ഉണ്ടായിരുന്നവൻ ഫ്രോഡ് ചെയ്തെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് എന്നെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഐ ഫോളോ മൈ പ്രോസസ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഐ ആം ശിവ. വാട്ട് ഡു യു നോ അബൌട്ട് ദിസ് കമ്പനി? സ്റ്റാർട്ടിംഗ് സാലറി 12 lakhs. അങ്ങനെയാണെങ്കിൽ പെർ മന്ത് 1 lakh. വാട്ട് ഈസ് സിസ്റ്റം അനാലിസിസ്? അത് ഡു യു നോ ദ ആൻസർ ഓർ നോട്ട്? അയ്യോ, അറിയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. മലയാളത്തിൽ എളുപ്പമാണോ? എന്നാ ശരി, പറ. സിസ്റ്റത്തിൽ കൊടുക്കുന്ന മുഴുവൻ പ്രോസസ്സും, അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് കൺട്രോളായി പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും മാഡം. ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നോട്ട് ബാഡ്. യു ഹാവ് സബ്ജക്ട് ശിവ, ബട്ട് പുവർ കമ്മ്യൂണിക്കേഷൻ. നീ ഫോറിൻ ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പ്രധാനമാണ്. ഇങ്ങോട്ട് നോക്ക് ശിവ, I'll give you 15 days time. Improve your skills and come back. പണ്ട് മുതലേ ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെ? What? ഇല്ല, ഒന്നുമില്ല. ശിവ, മാം, അന്ന് രാത്രി പബ്ബിൽ വെച്ച് അറിയാതെ ഒന്ന് നിന്നെ. അത് മാഡം മറന്നുപോയെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പം മറന്നിട്ടില്ല അല്ലേ? ആ കാര്യം നീ ഇതുവരെ മറന്നില്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടുന്ന കാര്യം നീ മറക്കേണ്ടി വരും. ഓർമ്മയുണ്ടല്ലോ? 15 days ടൈം. കീപ് പ്രാക്ടീസിങ്. ഈ 15 ദിവസവും അയ്യപ്പന് ശരണം വിളിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് നടക്കൂല, ഇതൊന്നും ശരിയാവില്ല. Where you want to go exactly? ഹൗസിംഗ് ബോർഡിലേക്ക് കൊണ്ടുവിടാവോ? ഹലോ ചേട്ടാ, ഒരു ഓട്ടോക്കാരനായിട്ടേ എങ്ങനെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്? സെൻട്രൽ സ്കൂളിലെ കുട്ടികളെ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോയി വിടാറുണ്ട്. അവര് സംസാരിക്കുന്നത് കേട്ടപ്പോ തന്നെ എനിക്ക് വന്നു. എന്തുമായിട്ട് പറയുന്നത്? കേട്ടപ്പോ തന്നെ വന്നോ?
ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഞാൻ ഈ ഇംഗ്ലീഷ് കേട്ടിട്ട് എനിക്ക് ഇതുവരെ വന്നില്ലല്ലോ. സാരമില്ല, ശ്രമിച്ചു നോക്കാം, എന്തെങ്കിലും ശരിയാവും. ആ ഇവിടെ 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 മതി. ഹൗ മച്ച്? താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷിൽ വരെ പഞ്ച് ഡയലോഗ് അടിക്കാൻ തുടങ്ങി. അളിയ, യു സി റിമെമ്പർ ഷീ? ആരടാ ഷീ? എടാ അത് കിസിങ് നൈറ്റ് പബ്. ആ യാ യാ. സീസ് മൈ HR മാനേജർ ഇൻ ഓഫീസ്. എന്താടാ ഉമ്മ തന്ന പെണ്ണെ വീണ്ടും ഓഫീസിൽ കണ്ടപ്പോ നീ അങ്ങ് പറന്ന് ആകാശത്ത് പോയോ? അളിയ, ഷീസ് ഫുൾ ഇംഗ്ലീഷ്. ഓ കണ്ടോ, വീണ്ടും അതേ തെറ്റ് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് അറിയാവുന്ന പെണ്ണിനെ വളച്ച ഇംഗ്ലീഷിന് പാസ്സാവാമെന്ന് നീ വിചാരിച്ചല്ലേ? അതൊക്കെ നീ കളാ. മിനിമം മലയാളം മീഡിയത്തിലുള്ള പെമ്പിള്ളാരെങ്കിലും നമ്മുടെ മുഖത്തോടൊന്ന് തിരിഞ്ഞു നോക്കിയോ? എടാ, പെണ്ണുങ്ങൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം വരാം, പക്ഷെ ഇംഗ്ലീഷ് അറിയാന്നുള്ള അഹങ്കാരം വരാൻ പാടില്ല. പിന്നെ തലേ കയറിയിരിക്കും. ഷീസ് നോട്ട് ലൈക്ക് ദാറ്റ് ബ്ലഡി ഗേൾസ്. ഷീസ് ഡിഫറന്റ്. ഇതാടാ നമ്മൾ ആണുങ്ങളെ വീക്ക്നെസ്. നമുക്ക് ഇഷ്ടമായെന്ന് കരുതിക്കോ, അവളെ കാണാൻ ദേവതയെ പോലെ ഉണ്ടാവും. വളഞ്ഞില്ലെങ്കിലോ അവളെ കാണാനുണ്ടല്ലോ ഭദ്രകാളിയുടെ കൂട്ടിരിക്കുന്നതായിട്ട് നിനക്ക് തോന്നും. ശരി വിടറാ, നീ വൈകിട്ട് വരുന്നുണ്ടല്ലോ, ഒരു ഫുള്ള് വെച്ച് സംസാരിക്കാം. ശരിടാ, വൈകിട്ട് കാണാം. എപ്പോഴും രാത്രി വണ്ടിക്ക് കയറി രാവിലെ അല്ലേ വരാറുള്ളത്? നീ എന്താ പതിവില്ലാതെ രാത്രി യാത്ര ഒഴിവാക്കി പകലിങ് പോകുന്നത്? മനസ്സ് പുതിയൊരു ജീവിതം തേടുന്നു, അതുകൊണ്ടാണ് ഞാൻ രാത്രി യാത്ര ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് സാർ, ഓർഡർ പ്ലീസ്. ഈ ബാറിൽ ഏറ്റവും വില കൂടിയ സാധനം ഏതാ? ലിൻഡർ ഫിക്സ് സാർ. ഓ, വില കുറഞ്ഞത് ഏതാ? മൺസൺ ഹൗസ് സാർ. അപ്പൊ രണ്ട് മിക്സ് ചെയ്ത് 2 പെഗ് കൊണ്ടുവാ. പിന്നെ അളിയനൊരു ജ്യൂസ്. മനസ്സിലായി സാർ. ആ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറയാനാളിയാ, അനുഭവിക്കാതെ പറ്റുമോ? ആ ചിയേഴ്സ് അളിയ. എടാ കുടിയാ, അതില് മദ്യം മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അവന് മനസ്സിലായില്ല. വാട്ടളിയാ, എന്താ ഇങ്ങനെ നോക്കുന്നേ? വയറിളകാതിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ട് വയറ്റിന്ന് പോവാത്ത പോലെ എന്തു പറ്റി? ഓരെണ്ണം കൂടെ അടിക്കാം. ആ ഒന്നുകൂടെ. ആലിയാ, അടുത്ത് എവിടെയെങ്കിലും സിവിൽ സപ്ലൈസ് ഉണ്ട് നടത്തടാ. എടാ ബാറിൽ നല്ലടാ ഇപ്പൊ ഇറങ്ങിയത്, പിന്നെ എന്തിനാടാ സിവിൽ സപ്ലൈസിലോട്ട് പോകുന്നത്? അതെന്താ, ഹോസ്പിറ്റലിൽ പോയവൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിയില്ലേ, ഇതും അതുപോലെ തന്നെയാ. ചലോ ചലോ റൈഡ് റൈഡ്. വണ്ടി എടുത്ത് അയ്യോ വണ്ടി എടുത്ത്. അയ്യോ എടാ പോലീസ്ടാ. സാർ ഞാൻ നോക്കിക്കോളാം. സോറി സാർ, കോടമഞ്ഞില് കണ്ണാടി കൂടെ കണ്ണ് ശരിക്കും കാണുന്നില്ലായിരുന്നു സാർ. അതിന് നീ കണ്ണട വെച്ചിട്ടില്ലല്ലോടാ. ഈശ്വര, എന്റെ കണ്ണാടി കളഞ്ഞു പോയി സാർ, കംപ്ലൈന്റ് എഴുതി മേടിക്ക്. എഴുതിക്കോളാം ഇങ്ങോട്ട് വാ. മെയിൻ റോഡിൽ വന്നിട്ടല്ലേ എന്നെ പിടിച്ചേ, ഞാൻ ഊട് വഴി വന്ന എന്ത് ചെയ്താനെ? ഇതൊക്കെ